അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താണ് രംഗള വിശേഷം? സുഖല്ലേ? ഇന്ന് നമ്മളൊരു ബീഫിന്റെ ബിരിയാണി പരിപാടിയാണ്. അപ്പോൾ അതൊന്ന് ചെയ്യുന്നു. ഇപ്പോൾ അതിന് വേണ്ട ഉള്ളിലൊക്കെ കട്ട് ചെയ്യാനും ഇറച്ചിയുടെ വൈകി കഴുകുന്നുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിന് വേണ്ട ഉള്ളിയാണ് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 2 കിലോന് മേലെ ഇറച്ചിയുണ്ട്. 2-2.5 കിലോ ഉണ്ടാവും. ബീഫാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ ബിരിയാണീൻ്റെ പരിപാടി. അപ്പോൾ ഇതാദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒന്ന് ബോയിൽ ചെയ്യും, ഒന്ന് തിളപ്പിച്ചിട്ട് അതിൻ്റെ അതൊക്കെ കളഞ്ഞിട്ട് എന്നിട്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടി. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ അതിലേക്ക് വേണ്ട ഉള്ളിയൊക്കെ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വീഡിയോയിൽ വരാം. ഓക്കെ. ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി ഏതാണ്ട് 2 കിലോ ഉള്ളി ഉണ്ട്. പിന്നെ പട്ട, കറാമ്പൂ, ഏലക്കായി, അങ്ങനെയുള്ള ചപ്പ്, മല്ലിച്ചപ്പ്, പുതിന, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതങ്ങനെ കേട്ടോ വെള്ളിക്കണം. അപ്പോൾ ഇനി അടുത്തത് കാണിച്ചു തരാം. ഇവിടെ ബോയിൽ ചെയ്യാണ്. ഇറച്ചി ബോയിൽ ചെയ്തിട്ട് ഇതിനെ കച്ചറൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നീട് ഇതിനകത്ത് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അത് ബോയിൽ ചെയ്ത് എന്നതിന് ശേഷം മസാലയ്ക്ക് എടുത്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അങ്ങനത്തെ ഒരു പ്രക്രിയയാണ്. നന്നായിട്ട് വേവണം. എന്നതിന് ശേഷം എടുത്ത് ഊറ്റിയെടുത്തിട്ട് പിന്നീട് മസാലയ്ക്ക് ഇടുന്ന സംഭവമാണ്. അപ്പോൾ ശേഷം വീഡിയോ കാണിക്കാം. ഉള്ളി മസാലയൊക്കെ ഉള്ള ഉള്ളി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, ഈ 3 കൂടി ഇപ്പോൾ ചേർത്ത് അതൊന്ന് സോഫ്റ്റായി വരട്ടെ. അതിൻ്റെ പച്ചമുളകൊന്ന് പോയിട്ട് ടമാറ്റോ ഇട്ട് കൊടുക്കണം. ഒന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റായി വരട്ടെ. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാറുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. മഞ്ഞളുടെ അതിൻ്റെ പച്ചമുളകൊക്കെ പോയി. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അരസ്പൂൺ ഇട്ട് കൊടുക്കണം. ലേശം മുളക് പൊടി, ലേശം മുളക് പൊടി ഒരു 1.5 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. പച്ചമുളകിനോട് നല്ല എരിവുണ്ടാവും.